വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെ. അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവനെ അകത്തു കൊണ്ടുചെന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കിവെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും, ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണെ അവൻ എഴുന്നേറ്റു താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. യേശുവിന്റെ ഉപദേശം കേൾക്കാൻ വലിയൊരു പുരുഷാരം വന്നു. അവർ ഒരു വീട്ടിലാണ് യേശുവിനെ കണ്ടെത്തിയത്. ആ വീട്ടിലിരുന്ന് യേശു പുരുഷാരത്തെ ഉപദേശിക്കുകയായിരുന്നു. ആ സമയത്ത് അനേക രോഗികളെ താൻ സൗഖ്യമാക്കി. അതുകൊണ്ടാണ് സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഈ വീട്ടിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകൾ വന്നിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. യഹൂദിയിൽ, ഗലീലയിൽ, യെരുശലേമിൽ, ഈ സ്ഥലങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ നിന്നും ശാസ്ത്രിമാരും പരീശന്മാരും അവിടെ വന്നിരുന്നു. ഈ പുതിയ ഗുരുവിന്റെ പഠിപ്പിക്കൽ കേൾക്കുവാൻ താല്പര്യമുണ്ടായിട്ടായിരിക്കാം അവർ വന്നത്. പരീശന്മാർ എന്ന് പറഞ്ഞാൽ അവർ ദൈവവചനമായ ന്യായപ്രമാണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ, മറ്റുള്ളവരെ അത് അനുസരിച്ച് ജീവിക്കുവാൻ ഉത്സാഹിപ്പിക്കുന്നവർ. ശാസ്ത്രിമാർ അവർ ദൈവവചനം പഠിക്കുകയും അത് എഴുതുകയും ചെയ്യുന്ന ആളുകൾ. ഇവരുടെ സാന്നിധ്യത്തിലാണ് നാം ഇന്ന് വായിച്ച ഈ സംഭവം നടന്നത്. യേശുവിനെ രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് ആളുകൾ കേട്ടു. ചില ആളുകൾ അവരുടെ പരിചയത്തിലുള്ള ഒരാൾ പക്ഷവാതം പിടിച്ച് കിടപ്പിലാണ്, എന്ന് വെച്ചാൽ ഒരു സൈഡ് തളർന്ന് കിടക്കുകയാണ്. എന്ത് കാര്യം ചെയ്യുവാനും പരസഹായം ആവശ്യമുള്ള ഒരാൾ, തനിയെ എഴുന്നേറ്റിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരാൾ. ഈ ആളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് സൗഖ്യം ലഭിക്കും എന്ന് തന്നെ കൊണ്ടുവന്ന തൻ്റെ സുഹൃത്തുക്കൾ വിശ്വസിച്ചു. അവർക്ക് പല തടസ്സങ്ങളുണ്ടായിരുന്നു. ഈ രോഗിക്ക് തന്നെ നടന്നുകൂടാ, അന്ന് കാലത്ത് വണ്ടിയില്ലല്ലോ, ചുമന്നുകൊണ്ട് വേണം വരാൻ. അവർ അങ്ങനെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ യേശു ഇരിക്കുന്ന വീട്ടിൽ വലിയ പുരുഷാരം, യേശുവിൻ്റെ അടുത്തെത്തുവാൻ യാതൊരു മാർഗവുമില്ല. അപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി. വീടിൻ്റെ മുകളിൽ കയറി ഓടിളക്കി ആ ദ്വാരത്തിലൂടെ ഈ കട്ടിൽ താഴേക്ക് ഇറക്കി യേശുവിൻ്റെ മുമ്പിലേക്ക്. അങ്ങനെ യേശുവിൻ്റെ മുമ്പിൽ ഈ പക്ഷവാത രോഗിയെ കൊണ്ടുവന്നു. ഈ ആളുകളുടെ സ്ഥിരോത്സാഹത്തെ നാം അംഗീകരിച്ചേ മതിയാവൂ. അവർക്ക് പല തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിലും ആ തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്ത് ഈ പക്ഷവാത രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവർക്ക് സാധിച്ചു. അവരുടെ പ്രയത്നം വെറുതെയായില്ല. അവരുടെ സ്ഥിരോത്സാഹത്തിന് പ്രതിഫലം ലഭിച്ചു. അവരുടെ സുഹൃത്തായ പക്ഷവാത രോഗിക്ക് സൗഖ്യം ലഭിച്ചു. യേശുവിൻ്റെ അടുക്കൽ ആളുകളെ കൊണ്ടുവരുവാൻ ചിലപ്പോൾ നാം ചില കാര്യങ്ങൾ അധികമായി ചെയ്യേണ്ടി വരും. ചിലരെ വിളിച്ചാൽ മതി, അവർ വരും. ചിലരെ കൂട്ടിക്കൊണ്ടുവരണം, ചിലരെ ചുമന്നുകൊണ്ടുവരണം. ഇവിടെ ഈ പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ടുവന്നു. യേശു ഈ ആളുകളുടെ വിശ്വാസം കണ്ടു. അവർക്കാണ് യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നത്. പക്ഷവാതക്കാരന് യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്.
അതുപോലെ തന്നെ യേശു ഇരുന്ന ഈ വീടിൻ്റെ ഉടമസ്ഥനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യേശുവിനെ വീട്ടിൽ വിളിച്ച് വരുത്തുവാൻ കൈക്കൊള്ളുവാൻ ഈ മനുഷ്യന് മനസ്സായി. യേശു വന്നാൽ ആ വീട്ടിൽ യേശു മാത്രമല്ല, തൻ്റെ ശിഷ്യന്മാർ വരും, യേശുവിനെ കാണാൻ വരുന്നവരും വരും. ആ വീട്ടിൽ വലിയൊരു പുരുഷാരമുണ്ടായിരുന്നു. ആ വീട്ടിലുള്ള ആളുകളുടെ സ്വകാര്യ ജീവിതം അസാധ്യമായി തീർന്നു. അതുപോകട്ടെ, ഇവിടെ ഇതാ വീടിൻ്റെ മേൽക്കൂര പൊളിക്കുവാൻ ഇടവന്നിരിക്കുകയാണ്. യേശുവിനെ വീട്ടിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെലവുള്ള കാര്യമാണ്. പക്ഷേ ഈ വീട്ടുടമസ്ഥൻ ആ ചെലവ്, ആ നഷ്ടം സഹിക്കാൻ തയ്യാറായി. തൻ്റെ വീട് പൊളിക്കുവാൻ ഇടയായെങ്കിലും താൻ യേശുവിനെ വീട്ടിലേക്ക് വിളിക്കാൻ തയ്യാറായി. ഇത് അതിഥി മര്യാദയ്ക്ക് ഒരു നല്ല ഉദാഹരണമാണ്. അതിഥി സൽക്കാരം ചെയ്യുന്നവരൊക്കെ ഒരു റിസ്ക് എടുക്കുകയാണ്. അവർക്ക് പ്രത്യക്ഷത്തിൽ പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണത്. ഒരു പരിചയമില്ലാത്തവർക്ക് വേണ്ടി അവരുടെ വസ്തുവകകൾ ചെലവഴിക്കുവാൻ മനസ്സ് കാണിക്കുക, അതാണ് അതിഥി മര്യാദ. എന്നാൽ അബ്രഹാം ഒരു ദിവസം 3 ആളുകളെ സൽക്കരിച്ചു, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. എന്നാൽ അവർ ദൈവദൂതന്മാരായിരുന്നു എന്ന് നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. അതിഥി സൽക്കാരം ചിലവുള്ള കാര്യമാണ്. എന്നാൽ അത് ദൈവനാമത്തിൽ ചെയ്താൽ അതിന് വലിയ പ്രതിഫലവും അനുഗ്രഹവുമുണ്ട്. അന്ന് ഈ വീട്ടുടമസ്ഥൻ്റെ വീടിൻ്റെ മേൽക്കൂര പൊളിഞ്ഞുവെങ്കിലും ആ പക്ഷവാത രോഗി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ വീടിനെ മറക്കുകയില്ല. കാരണം ആ വീട്ടുടമസ്ഥൻ തൻ്റെ വീടിൻ്റെ മേൽക്കൂര പൊളിക്കാൻ അനുവദിച്ചതുകൊണ്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു പക്ഷവാത രോഗിക്ക് സൗഖ്യം ലഭിച്ചു. ഇതാണ് ആതിഥ്യം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിഥി സൽക്കാരം നാം മറന്നുപോകരുത്, നാം ആചരിക്കേണ്ടതാണ്. ഈ പക്ഷവാത രോഗിയെ ഇറക്കിയ ആളുകളുടെ വിശ്വാസം യേശു കണ്ടു. യേശു അവരോട് അല്ല സംസാരിച്ചത്, മറിച്ച് പക്ഷവാത രോഗിയോടാണ് സംസാരിച്ചത്. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്: മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ കേട്ടവർക്ക്, ഇവനെ ചുമന്നുകൊണ്ട് വന്നവർക്കൊക്കെ അതിശയം തോന്നും. പക്ഷവാത രോഗത്തിന് സൗഖ്യം കിട്ടുവാൻ വേണ്ടിയാണ് യേശുവിൻ്റെ അടുത്ത് ഇവനെ കൊണ്ടുവന്നത്. അപ്പോൾ യേശു പറയുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അവർ ഒരുപക്ഷെ പറഞ്ഞു കാണും, പാപമോചനത്തിനല്ല ഞങ്ങൾ ഇവനെ കൊണ്ടുവന്നത്, ഇവനൊന്ന് എഴുന്നേറ്റ് നടന്നാൽ വലിയ ഉപകാരം ആയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവനെ കൊണ്ടുവന്നത് എന്ന് അവർക്ക് തോന്നിക്കാണും. അവരൊന്നും പറഞ്ഞില്ല, അഥവാ പറഞ്ഞാൽ തന്നെ അതൊരു വിഷയവുമല്ല. അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രിമാരും പരീശന്മാരും അവർ ചില കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. അവർ ചിന്തിച്ചത് ഇതാണ്: ദൈവദൂഷണം പറയുന്ന ഇവനാർ, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. അവർ ചിന്തിച്ച കാര്യം വാസ്തവത്തിൽ ശരിയാണ്. പാപം ക്ഷമിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. കാരണം എല്ലാ പാപവും ദൈവത്തിനെതിരായിട്ടാണ്. അതുകൊണ്ട് പാപം ക്ഷമിച്ചു തരാം എന്ന് അവകാശപ്പെടുന്ന മനുഷ്യർ, അവർ ദൈവദൂഷണമാണ് പറയുന്നത്. ഈ പരീശന്മാരും ശാസ്ത്രിമാരും പറയുന്നത് സത്യമാണ്. പക്ഷേ ഇവർ ചിന്തിക്കുന്ന കാര്യം യേശു മനസ്സിലാക്കി. എന്നിട്ട് യേശു അവരെ നേരിടുകയാണ്. യേശു അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? 2 കാര്യങ്ങൾ യേശു അവരോട് ചോദിക്കുന്നു. പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാൻ ആണോ എളുപ്പം, അതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം? വാസ്തവത്തിൽ ഇത് രണ്ടും പറയാൻ വലിയ വിഷമമൊന്നുമില്ല. എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാം, പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നും പറയാം. എന്നാൽ ഈ പറഞ്ഞതുപോലെ സംഭവിക്കുവാൻ ഉള്ള ശക്തി ആർക്കുമില്ല. പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഇല്ല. അവരോടാണ് യേശു ചോദിക്കുന്നത്, നിങ്ങൾ ഇവനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞ നടക്കുമോ? ഇല്ല. നിങ്ങൾ ഇവനോട് പാപമോചനം നിനക്ക് നൽകിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപം ക്ഷമിക്കുമോ? അവർ തന്നെ സമ്മതിക്കുമില്ല. അതിനുള്ള അധികാരം അവർക്കില്ല. അപ്പോൾ ഈ 2 കാര്യവും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അവിടെ ഇരിക്കുന്നവർക്ക് സാധ്യമല്ല. ഇത് രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല. അസാധ്യമായ 2 കാര്യങ്ങളാണ് യേശു അവരോട് പറയുന്നത്. പിന്നെ യേശു ഈ പക്ഷവാതക്കാരൻ്റെ നേരെ തിരിയുകയാണ്.
എന്നിട്ട് അവരോട് പറയുകയാണ്. ആരോട്? പരീശന്മാരോടും ശാസ്ത്രിമാരോടും. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ, അതായത് പരീശന്മാരും ശാസ്ത്രിമാരും, അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു പക്ഷവാതക്കാരനെ എന്തിനാണ് സൗഖ്യമാക്കിയത്? 24 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീശന്മാരും ശാസ്ത്രിമാരും ആ വീട്ടിലുണ്ടായിരുന്നു. അവർ ഒരു കാര്യം അറിയണം. കഴിഞ്ഞ ആഴ്ച നാം ഒരു കുഷ്ഠരോഗിയെക്കുറിച്ച് ചിന്തിച്ചു. കുഷ്ഠരോഗിയെ യേശു തൊട്ടു, അവന് സൗഖ്യം വരുത്തി. അതിനുശേഷം അവനോട് പറഞ്ഞു, നീ പുരോഹിതന് പോയി നിന്നെ തന്നെ കാണിക്കുക, മോശ പറഞ്ഞിരിക്കുന്ന പോലെ വഴിപാട് കഴിക്കുക. എന്തിനു വേണ്ടി? അവർക്ക് സാക്ഷ്യത്തിന് വേണ്ടി. ഈ കുഷ്ഠരോഗിക്ക് മനസ്സിലായി യേശുവിന് കുഷ്ഠരോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന്. അവിടെ കണ്ടു നിന്ന ആളുകൾക്ക് മനസ്സിലായി യേശുവിന് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന്. ഇതൊന്നും കാണാത്ത പുരോഹിതന്മാർ ദേവാലയത്തിലുണ്ട്. അവർക്ക് സാക്ഷ്യത്തിന് വേണ്ടി. ചരിത്രത്തിൽ ഇതുവരെ ഒരു കുഷ്ഠരോഗിക്കും സൗഖ്യമായിട്ടില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരുത്തൻ, എനിക്ക് കുഷ്ഠമായിരുന്നു, എനിക്ക് സൗഖ്യമായി എന്നും പറഞ്ഞ് പുരോഹിതന്റെ അടുക്കൽ വരുന്നു. പുരോഹിതൻ ചിന്തിക്കണം, കുഷ്ഠരോഗത്തെ സൗഖ്യമാക്കുവാൻ തക്ക ശക്തിയുള്ള ഒരാൾ ഇന്ന് യഹൂദിയിലുണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ്? അതാണ് യേശു ഉദ്ദേശിച്ചത്. യേശു ആരാണെന്ന് പുരോഹിതന്മാർക്ക് ഒരു സാക്ഷ്യം. അതുപോലെ ഇവിടെ യെരുശലേമിൽ നിന്നും ഗലീലയിൽ നിന്നും യഹൂദയിൽ നിന്നും വന്നിരിക്കുന്ന പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും പാപമോചനം നൽകാൻ അധികാരമുള്ള ഒരുത്തൻ ഇന്ന് ഭൂമിയിലുണ്ട് എന്ന് അവർ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് അവരെ മനസ്സിലാക്കിച്ചത്? ഒരു വ്യക്തിയുടെ പാപം മോചിച്ചോ ഇല്ലയോ എന്ന് പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അത് അവനും ദൈവവും തമ്മിലുള്ള കാര്യമാണ്. എന്നാൽ അനേക വർഷങ്ങളായി തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയെ നടക്കാൻ യാതൊരു മാർഗവുമില്ല, അതുകൊണ്ടാണ് കട്ടിലെ കെട്ടിയിറക്കിയത്. അവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി, യാതൊരു കാരണവശാലും ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലുമുള്ള ആരോഗ്യമില്ലാത്തവനെയാണ് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്. അവനോടാണ് യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന്. കേട്ടവർക്ക് തോന്നി ഈ പറയുന്നത് ദൈവദൂഷണമാണ്, അല്ലെങ്കിൽ നുണയാണ്. യേശു പറഞ്ഞു, ഇത് നുണയല്ല, ഇത് ദൈവദൂഷണവുമല്ല. മനുഷ്യപുത്രന് മനുഷ്യരുടെ പാപങ്ങൾ മോചിച്ചു കൊടുക്കുവാൻ ഈ ഭൂമിയിൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയണം. അത് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. എന്നിട്ട് പക്ഷവാത രോഗിയോട് പറയുകയാണ്, എഴുന്നേറ്റ് കിടക്കെടുത്തുകൊണ്ട് വീട്ടിൽ പോവുക. ഉടൻ തന്നെ അത് സംഭവിച്ചു. പക്ഷവാത രോഗിയോട് സൗഖ്യമാകാനല്ല പറഞ്ഞത്, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകുക എന്നാണ് പറഞ്ഞത്. എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ അവൻ അതനുസരിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? അവന് സൗഖ്യം ലഭിച്ചു എന്നാ. നിന്നെ ഈ സൗഖ്യമാകുക എന്ന് യേശു പറഞ്ഞില്ല, കിടക്കെടുത്ത് പോവുക എന്ന് പറഞ്ഞു. അത് അവൻ അനുസരിച്ചു. തളർന്നു കിടന്നവൻ എഴുന്നേറ്റ് നടക്കുന്നതിൻ്റെ അർത്ഥം അവന് സൗഖ്യമായെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞതും സത്യമാണ്. കാരണം പാപം മോചിച്ചു നൽകാനോ പക്ഷവാത രോഗിക്ക് സൗഖ്യമാക്കാനോ ആർക്കും കഴിയില്ല, ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ യേശു അവനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നെങ്കിൽ, അവന് സൗഖ്യമായെങ്കിൽ, ഇതിനു മുമ്പ് പറഞ്ഞ കാര്യവും സത്യമാണ്. അതെന്താണ്? മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ആ പുരുഷാരത്തിൻ്റെ മുമ്പിൽ വെച്ച് യെരുശലേമിലും യഹൂദയിലും ഗലീലയിലുമുള്ള പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുമ്പിൽ വെച്ച് യേശു ഒരു കാര്യം തെളിയിച്ചു. അതെന്താണ്? ഭൂമിയിൽ പാപമോചനം നൽകാൻ എനിക്ക് അധികാരമുണ്ട്. അതിൻ്റെ തെളിവ്, ഒരു മനുഷ്യനും ചെയ്തു കൂടാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുകയാണ്. എന്താണത്? പക്ഷവാത രോഗിയെ ഒരു നിമിഷം കൊണ്ട് സൗഖ്യമാക്കി. നിങ്ങൾക്കാർക്കെങ്കിലും അത് കഴിയുമോ? അതാർക്കും കഴിയില്ല, അസാധ്യമായ കാര്യം. അത് ഞാൻ ചെയ്തു. അതിൻ്റെ അർത്ഥം ദൈവം എനിക്ക് സൗഖ്യമാക്കുവാൻ മാത്രമല്ല അധികാരം തന്നിരിക്കുന്നത്, പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരവും എനിക്കുണ്ട്. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി, അനേക അത്ഭുതങ്ങൾ ചെയ്തു. കുരുടന് കാഴ്ച നൽകി, ചെകിടന്
സൗഖ്യം നൽകി, ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കി, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, കാറ്റിനെ കടലിനെ ശാസിച്ചു. ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ആളുകൾക്ക് രോഗസൗഖ്യവും വയറു നിറച്ച് ഭക്ഷണവും കിട്ടാനായിരുന്നെങ്കിൽ അന്ന് സൗഖ്യം കിട്ടിയവരൊക്കെ ഇന്നും ജീവിച്ചിരുന്നേനെ. അവരൊക്കെ മരിച്ചു. യേശു അത്ഭുതം ചെയ്ത് കൊടുത്ത അപ്പം കഴിച്ചവരും മരിച്ചു. അപ്പോൾ താൻ ഈ അത്ഭുതങ്ങൾ ചെയ്തത്, രോഗസൗഖ്യം ചെയ്തതൊന്നും ഈ ഭൂമിയിൽ അവർ സുഖമായി ജീവിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് യേശു ആരാണ് എന്നവർ അറിയണം. യേശു പാപമോചനം നൽകുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ആളുകൾ അറിയണം. അതറിയാതെ രോഗസൗഖ്യം കിട്ടിയിട്ടോ അത്ഭുതം കണ്ടിട്ടോ ഒരു കാര്യവും ഇല്ല. പ്രിയ സുഹൃത്തെ, ഇന്നും യേശു രോഗികൾക്ക് സൗഖ്യം നൽകും, അത്ഭുതങ്ങൾ ചെയ്യും. എന്നാൽ താൻ അതൊക്കെ ചെയ്യുന്നത് താൻ ആരാണ് എന്ന് ആളുകൾ അറിയണം. അല്ലാതെ ഈ ഭൂമിയിലെന്നും സുഖത്തോടെ ജീവിക്കണം, ഒരു പ്രശ്നവുമില്ലാതെ, യാതൊരു സാമ്പത്തിക ബാധ്യതയുമില്ലാതെ, ഒരു രോഗവുമില്ലാതെ എല്ലാവരും ജീവിച്ചിരിക്കാൻ വേണ്ടിയല്ല. യേശു ആരാണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് താൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഇവിടെ പക്ഷവാത രോഗിയെ സൗഖ്യമാക്കിയത് യേശു പാപം ക്ഷമിക്കാൻ കഴിവുള്ള ദൈവപുത്രനാണെന്ന് ആളുകൾ അറിയാൻ വേണ്ടിയാണ്. ഈ പക്ഷവാതക്കാരനെ ആളുകൾ ചുമന്നുകൊണ്ടാണ് വന്നത്. എന്നാൽ ഇപ്പോൾ താൻ കിടന്ന കിടക്ക ചുമന്നുകൊണ്ട് പോവുകയാണ്. അവൻ ഇതുവരെ മറ്റുള്ളവർക്കൊരു ഭാരമായിരുന്നുവെങ്കിൽ ഇന്നു മുതൽ അവൻ ഭാരം വഹിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ആളുകൾ വിസ്മയിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് അവർ പറഞ്ഞു. പ്രിയ സുഹൃത്തെ, യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യരുടെ പാപം ക്ഷമിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ പാപത്തിന്റെ പ്രശ്നത്തിന് യഥാർത്ഥമായ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ്. താൻ ആ കാര്യം ചെയ്യുവാൻ ശക്തനാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് താൻ അത്ഭുത പ്രവൃത്തികൾ ചെയ്തത്. താൻ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തു എന്ന് ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്ഭുത പ്രവൃത്തികൾ ചെയ്തത്. യേശു ആളുകളെ അനുഗ്രഹിച്ചു, ആളുകൾക്ക് ഭക്ഷണം നൽകി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ആളുകൾ യേശു ആരാണ് എന്നറിയണം. പ്രിയ സുഹൃത്തെ, ഒരുപക്ഷെ നിങ്ങൾക്കും ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ യേശു തന്നു കാണും. പക്ഷേ യേശു നിങ്ങളുടെ പാപം ക്ഷമിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിത്യജീവനും നിത്യരക്ഷയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും എല്ലാം വെറുതെയാണ്. യേശു ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ അത്ഭുതങ്ങൾ കണ്ടവർ തന്നെയാണ് അവനെ ക്രൂശിക്കാൻ കൂട്ടുനിന്നത്. താൻ കൊടുത്ത അപ്പം കഴിച്ചവർ തന്നെ തനിക്കെതിരെ തിരിഞ്ഞു എന്ന് നാം വായിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ആരെയും രക്ഷിച്ചില്ല. അത്ഭുത രോഗശാന്തി ലഭിച്ചവർ മരിച്ചു. ഉയർത്തെഴുന്നേറ്റ ലാസർ മരിച്ചു. എന്നാൽ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രിയ സുഹൃത്തെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ആ നിലയിൽ നിത്യജീവന് അവകാശിയായി തീർന്നിട്ടുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ ഈ ഭൂമിയിൽ വന്നത് മനുഷ്യരായ ഞങ്ങളുടെ പാപം ക്ഷമിച്ചു തരുവാൻ വേണ്ടിയാണ്. താൻ ദൈവപുത്രനെന്ന് തെളിയിക്കുവാൻ വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഞങ്ങൾ അത് കാണുമ്പോൾ യേശു ആരാണ് എന്ന് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനവും നിത്യജീവനും ലഭിക്കുവാൻ ഞങ്ങളുടെ കേൾവിക്കാരെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ.